കഴക്കൂട്ടത്ത് നിന്ന് 13-കാരിയെ കാണാതാകുന്ന സമയത്ത് പോലീസിന് മുമ്പിൽ എല്ലാ വഴികളും അടഞ്ഞു നിന്ന സമയത്ത് ട്രെയിനിൽ വെച്ച് ബബിത എന്ന പെൺകുട്ടി പകർത്തിയ ചിത്രമാണ് പിന്നീട് ലീഡായി മാറിയത്. എന്തായാലും ആ കഥ പറയാൻ ബബിത തന്നെ നമ്മോടൊപ്പം ഉണ്ട്. നമ്മളെ 1 മണിക്കുള്ള ട്രെയിനിൽ കയറിയപ്പോൾ യാദൃച്ഛികമായ ഒരു കുട്ടി എൻ്റെ മുന്നിൽ ഇരിക്കുന്നു. കുട്ടി ഒരു ഗ്ലൂമി ഫേസ് ആണ്. കണ്ടപ്പോൾ കുറച്ച് കാശ് കയ്യിലിരിപ്പുണ്ട്, അത് മുറുകെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി എന്തോ വശപ്പശ അപ്പോൾ ഞാൻ ഫ്രണ്ട്സിനോട് പറഞ്ഞു, ഈ കുട്ടി കരയുന്നുണ്ടോ എന്ന് നോക്കി. അപ്പോൾ അവർ പറഞ്ഞു കരയുന്നതായിട്ട് തോന്നുന്നില്ല, പക്ഷെ എന്തോ ഒരു കുഴപ്പമുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ നോക്കിയപ്പോൾ ഞങ്ങളുടെ ഭാഷക്കാരിയല്ല, മലയാളവും തമിഴൊന്നും അല്ല. അപ്പോൾ പിന്നെ സംസാരിക്കേണ്ട ലാംഗ്വേജ് എനിക്കങ്ങനെ അറിയത്തില്ല. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ ഈ വേറെ ഭാഷ സംസാരിക്കുന്നവർ ഞങ്ങളുടെ ബോഗിയുടെ തൊട്ട് ബാക്കി ഇരിപ്പുണ്ട്. അപ്പം ഞങ്ങൾ കരുതി അവിടെ നിന്നാറ്റ് പിണങ്ങി വന്നിരിക്കുന്ന കുട്ടിയാവാനാണ് സാധ്യത എന്നാണ് ആദ്യം കരുതിയത്. അപ്പോൾ എന്തായാലും ഞാൻ കരുതി ഞാൻ ഒരു ഫോട്ടോ എടുത്ത് വെച്ചിരിക്കാം, വെറുതെ ഒരു ആവശ്യത്തിന് വേണ്ടി എന്തെങ്കിലും ആവശ്യം വന്നാലോ എന്ന് കരുതി വെറുതെ ഒരു ഫോട്ടോ എടുത്ത് വെച്ചിരുന്നതാണ്. അത് പിന്നീട് അറിയുന്നത് തന്നെ ഞാൻ വെളുപ്പിലെ പിന്നെ എഴുന്നേൽക്കുമ്പോഴാണ്. എഴുന്നേറ്റപ്പോൾ പെട്ടെന്ന് ന്യൂസിൽ ഇങ്ങനെ ഇത് കാണിക്കുന്നു, ഈ കുട്ടിയെ കാണാനില്ല. നോക്കിയപ്പോൾ എനിക്ക് ആ CCTV ദൃശ്യമാണ് വന്നുകൊണ്ടിരുന്നത്. അത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് ഈ കുട്ടി തന്നെയാണെന്ന്. ഉടനെ ഞാൻ പിന്നെ പോലീസിനായിട്ട് അറിയിക്കുകയും ഫോട്ടോ അയച്ചു കൊടുത്തപ്പോൾ പാരൻറ്റിൻ്റെ കൊണ്ട് സിമിലാരിറ്റി ഉണ്ടെന്ന് മനസ്സിലാവുകയും ചെയ്തത്. ഈ ചിലരൊക്കെ ചോദിക്കുന്നുണ്ട്, ബബിത ആ സമയത്ത് കുട്ടിയെ ഒന്ന് പിടിച്ചു വെച്ചിരുന്നെങ്കിൽ വളരെ പെട്ടെന്ന് അത് കിട്ടിയനേലോ എന്നൊക്കെ, തടഞ്ഞു വെച്ചിരുന്നെങ്കിൽ അങ്ങനെയാണെങ്കിൽ എനിക്ക് വഴി പോണ ആരെ വേണമെങ്കിലും പിടിച്ചു വയ്ക്കാമല്ലോ, അതിൻ്റെ ആവശ്യമില്ലല്ലോ. ഞങ്ങൾ കരുതിയില്ല, കുട്ടി ഒറ്റയ്ക്കാണെന്ന് ഞങ്ങൾ വിചാരിച്ചിരുന്നില്ല. ഒറ്റയ്ക്കാണെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും കുട്ടിക്ക് അബ്നോർമാലിറ്റി ഉണ്ടെങ്കിൽ ഞാൻ പോലീസുമായിട്ട് ബന്ധപ്പെടാൻ ശ്രമിച്ചേനെ. പിന്നെ ഞങ്ങൾ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, ഞാൻ നെഗറ്റീവിൽ ഇറങ്ങി പോവുകയാണ് ചെയ്തത്. ഫ്രണ്ട്സ് പിന്നെ പാറശാല നോക്കിയപ്പോൾ അവിടെയും അവർ കുട്ടി ഇരിക്കുന്നതാണ് കണ്ടത്. കുട്ടി ട്രെയിനിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല പാറശാല എത്തിയിട്ടും. അപ്പോൾ അവർ പോലീസുമായിട്ട് കോൺടാക്ട് ചെയ്യാൻ നോക്കിയിരുന്നു. അവിടെ ഫ്രണ്ട്സൊക്കെ നോക്കിയപ്പോൾ അവിടെ പോലീസിനെ കണ്ടില്ല. പിന്നെ അവരും അവശരാണ്, ക്ലാസ് കഴിഞ്ഞ് പോയവരാണ്, പിന്നെ കൂടുതൽ ശ്രദ്ധിക്കാൻ പറ്റില്ല, അവരും ക്ലാസ്സിലേക്ക് പോയായിരുന്നു. ബബിത എടുത്ത ചിത്രമാണ് ഈ കേസിൻ്റെ ഏക ലീഡെന്ന് പറഞ്ഞത്. CCTV ദൃശ്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ എങ്ങോട്ടേക്ക് പോയി എന്നുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ മിസ്റ്റീരിയസ് തുടങ്ങുന്ന സമയത്താണ് ഇത്തരത്തിൽ ആ ഫോട്ടോ പോലീസിന് കിട്ടുകയും അതാണ് പിന്നീട് കുട്ടി ട്രെയിനിലുണ്ടെന്ന് അറിയാനും സാധിച്ചത്. അങ്ങനെ അത് എന്താ പറയുക, ഒരു ലീഡായി മാറുന്നു കരുതി. ഒരിക്കലും സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല എൻ്റെ ഫോണിലൊരു ഫോട്ടോ കണ്ട് ഇപ്പോൾ ഈ കുട്ടിയെ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. ഒരുപാട് സന്തോഷം, കുട്ടിയെ കിട്ടാൻ ഒരുപാട് ഇന്നലെ പ്രാർത്ഥിച്ചിരുന്നു, കിട്ടിയതിൽ ഒരുപാട് സന്തോഷം. ബബിത എടുത്ത ആ ചിത്രം അങ്ങനെ ഒരു ഗോൾഡൻ ഹാൻഡ് എന്നൊക്കെ പറയില്ല ചില സമയത്ത്, അങ്ങനെ മാറിയിട്ടുണ്ട്. അതാണ് ഇന്ന് ഈ കേസ് കുട്ടിയെ കണ്ടെത്താൻ ഉള്ള ശ്രമത്തിൻ്റെ ഭാഗമായുള്ള ഏക ലീഡായിരുന്നതും അത് വിജയിച്ചതും.